പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം സുഭാഷിതങ്ങൾ 16 ഒന്നാം തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതത്രേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, അന്തിമമായിട്ടുള്ള തീരുമാനം എപ്പോഴും ദൈവത്തിൻ്റേതായിരിക്കുമെന്ന്. സഹോദരരെ, വചനം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുകയെന്ന്. അതേ സഹോദരരെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. നാളെയെക്കുറിച്ച്, നാളെ ഞാൻ എന്തായിത്തീരണം, അല്ലെങ്കിൽ എൻ്റെ ജോലി എന്തായിത്തീരണം, എൻ്റെ പഠനം, എൻ്റെ ഭാവി, എൻ്റെ മക്കളെക്കുറിച്ച്, അങ്ങനെ ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ പ്ലാനും അത് ദൈവഹിതപ്രകാരമാണോ, അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നല്ലൊരു തീരുമാനമെടുക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ഇടപെടൽ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്ത് തന്നെ പ്ലാൻ ചെയ്താലും അതിൻ്റെ അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റേതാണെന്ന്. അതേ സഹോദരരെ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ദൈവത്തോട് ആലോചന ചോദിച്ച് അവിടുത്തെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ കാര്യങ്ങൾക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ.